ഈ CPM ഇപ്പോഴും ഒരു മ്ലാനതയിൽ നിൽക്കുകയാണ്. അവരെനിക്ക് തോന്നുന്നു ഈ താത്വിക അവലോകനവും പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു എന്നൊരു വാക്ക് അവർ പറയത്തില്ല. മറിച്ച് അവർക്കൊരു ചില മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇത്ര ശതമാനം വോട്ട് കുറഞ്ഞു, തോൽവി എന്നൊരു വാക്ക് അവരുടെ നിഘണ്ടുവിലില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതവർക്ക് ഇനിയും തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയം ഇവരെ വളരെയധികം താഴേക്ക് കൊണ്ടുപോവുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ തീർത്ഥാടന കാലമാണ്, ഭക്തജനപ്രവാഹം കൂടുന്നുണ്ട്. CPM അങ്ങോട്ടേക്കുള്ള പ്രവാഹം കുറഞ്ഞു നിൽക്കുന്നു. ഇത് ഒരു വനത്തിൻ്റെ നിയമങ്ങൾ ഇവിടെയും രാഷ്ട്രീയ വനമേഖലയിലും ഒരു പരിധിവരെ ആപ്ലിക്കബിളാണ്. സിംഹം എന്ന വനരാജൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളും യഥാർത്ഥത്തിൽ സ്വല്പം അകലം, ബഹുമാനപൂർവ്വം അകലം പാലിക്കും. ശക്തനാണ്, അതുകൊണ്ടാണ്. പക്ഷെ സിംഹം ബലഹീനനാകുമ്പോൾ പതിയെ ഹയനകൾ പുറകെ കൂടും. അവൻ ഇന്നല്ലെങ്കിൽ നാളെ വീഴും, രാജാവും വീഴും. അപ്പോൾ ആദ്യം തന്നെ സർക്കാർ ജീവനക്കാരെ, പോലീസുകാരെ, പല ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇതാ ഈ വഞ്ചി, ഈ കപ്പൽ മുങ്ങാൻ അധിക കാലം എടുക്കില്ല എന്ന ആദ്യ സൂചന ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസിന് തന്നെയാണ്. അപ്പോൾ അവർ മറുകണ്ഠം ഉടനെ ചാടിയില്ല എങ്കിൽ തന്നെ അവരൊരു മെല്ലപ്പോക്കാകും. അതുവരെ ഊർജ്ജസ്വലമായ സർക്കാരിനെ ജനമധ്യത്തിൽ വളരെ ആകർഷകമായി അവതരിപ്പിച്ച ആളുകൾ തന്നെ പിന്നോട്ട് നിൽക്കും. അതിനിയുള്ള 4 മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലത്തെ ഇൻറ്റൻസിഫൈ ചെയ്യും. ഇതിൻ്റെ എല്ലാം ഉപോത്ബലകമായ അടിസ്ഥാന ഘടകം ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. ജില്ലാ തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊറോഗറ്റീവാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗ്യാദർ ചെയ്യുക. പോലീസ് സംവിധാനം കളക്ട് ചെയ്യുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട്, ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയും. ജില്ലാ തലത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സംസ്ഥാന തലത്തിൽ ക്രോഡീകരിച്ച് പറയുന്നു, വ്യക്തമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ജനമനസ്സിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. അടിസ്ഥാന കാരണം ശബരിമല തന്നെയാണ്. ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഇല്ല 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 എന്നത് പാർട്ടിയുടെ അണികളെ ആത്മവിശ്വാസത്തോടെ നിലനിർത്താൻ തക്ക സ്റ്റാറ്റിസ്റ്റിക്സുകൾ അവരുപയോഗിക്കും. അത് പാർട്ടിക്കാരെ ഒരു 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 ആ വഞ്ചിയിൽ നിന്നും ചാടാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ പൊതുജനങ്ങളെ കുറെ കണ്ണിൽ പൊടിയിട്ട് നിർത്താൻ സാധിക്കും. ചാനൽ ചർച്ചയിലൊക്കെ കാണുന്ന ചില പ്രകടനങ്ങൾ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ CPM മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംഭവം പാളിയിരിക്കുന്നു. ഒന്ന്, ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയാത്ത ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ബാധ്യതയാണ് എന്ന നിലയിലാണ് റിപ്പോർട്ട് വരുന്നതെങ്കിലും പേരെടുത്ത് പറയുന്നില്ല. മുഖ്യമന്ത്രിയോടുള്ള റിജക്ഷൻ, ഭരണകൂടത്തോടുള്ള റിജക്ഷൻ എന്ന് പറയുന്നില്ല. അപ്പോൾ ഭരണവിരുദ്ധത എന്ന വാക്ക് പറയാതെ തന്നെ ഇന്ന 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 വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം തന്നെ ഭരണത്തിൻ്റെ പരാജയമാണ് കാട്ടുന്നത്. യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധത തന്നെയാണ് ഇവിടെ തെളിച്ചു നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു തന്ത്രം എന്ന നിലയിൽ പാർട്ടി ചില ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു വിശദീകരിക്കുക. ഉദാഹരണം, തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷൻ ലിമിറ്റിനുള്ളിൽ തങ്ങളാണ് ഏറ്റവും വലിയ കക്ഷി. ശരിയാണ്. കോർപ്പറേഷൻ ആകമാനം നമ്പർ എടുക്കുമ്പോൾ BJPക്ക് ലഭിച്ച ആകെ വോട്ടുകളേക്കാൾ ലേശം കൂടുതൽ LDF ലഭിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ വാർഡുകളുടെ എണ്ണമാണല്ലോ വിജയം നിശ്ചയിക്കുക. 150 വാർഡ് BJPക്കാണ്, 29 വാർഡ് മാത്രമേ ഉള്ളൂ LDFന് ആകമാനം, 19 വാർഡേ ഉള്ളൂ കോൺഗ്രസിനും UDFനും ആകമാനം. അപ്പോൾ ഇതാണ് വസ്തുത. അത് മാത്രമല്ല, ആകമാന കണക്കുകൾ, പഞ്ചായത്തിലെ കണക്കുകൾ, മറ്റു കണക്കുകൾ എല്ലാം തിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ബെഞ്ച് മാർക്കായി എടുക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 113 നിയമസഭാ സെഗ്മെന്റിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അത് കുറച്ചു കൊണ്ടുവന്ന് കേവലം 68 സീറ്റിൽ, 67 CPMന്റെ കണക്കിൽ 77-78 സീറ്റുകൾ മാത്രമാണ് മുൻതൂക്കം. ഞങ്ങൾ ഇനിയും കുറച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആ മുൻതൂക്കം തിരിച്ചു പിടിക്കും. അത് സാങ്കേതികമായി ശരിയാണല്ലോ, പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ ശരിയാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF ഇവിടെ ശക്തമായ, ഒരു വർഷത്തിനുള്ളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെന്ന് സ്ഥിതിവിവരക്കണക്കുകൾ സഹായത്തോടു കൂടി തെളിയിക്കാൻ സാധിക്കും. അങ്ങനെയാണ്. വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. LDFിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രകടനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ CPM പറയാതെ പറയുന്നത് എന്താണ്? ബെഞ്ച് മാർക്കായി എടുക്കേണ്ടത് എന്താണ്? 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 2025 തെരഞ്ഞെടുപ്പ്. അപ്പോഴും CPM ന്യായീകരണമുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ശതമാനം അവർ പറയുന്നില്ല, വോട്ട് കിട്ടി. കാരണം കൂടുതൽ വോട്ടർമാരുണ്ട്. കൂടുതൽ വോട്ടർമാരാകുമ്പോൾ വോട്ട് ഷെയർ അല്ല, വോട്ടിന്റെ എണ്ണം. അപ്പൊ
തങ്ങൾക്ക് അനുകൂലമാകുന്ന കണക്കുകൾ മാത്രം നിരത്തിക്കൊണ്ട് CPM ന്യായീകരിക്കാൻ തിരക്കിലാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ എല്ലാ ജില്ലകളുടെയും ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും യോഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ട് അവിടെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന പാർട്ടിയാണ് CPM. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും പറയുന്നില്ല പൂച്ചക്കാര് മണി കിട്ടുമെന്ന ഒരു ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ നയിക്കുമോ? ഇപ്പോഴും പിണറായി വിജയൻ തന്നെ നയിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിവില്ല. അത് മാത്രമല്ല ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കും. അവിടെ ജയിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ CPM ജയിച്ചാൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലേ? മത്സരിക്കില്ല എന്ന് പറയാത്തിടത്തോളം കാലം നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്നൊരു ക്യാപ്റ്റനാണോ? പ്ലേയിങ് ക്യാപ്റ്റൻ ഇസ് എ ക്യാപ്റ്റൻ. അതെ, നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയും അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുകയും നേതാവായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് ന്യായമാണ്? അതുകൊണ്ട് ഒന്നുകിൽ അതിനർത്ഥം എന്താ? CPM എന്തായാലും അധികാരത്തിൽ വരില്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷേ CPMന് വേണ്ടി ഞാൻ ചോരയും നീരും അവശേഷിക്കുന്ന ചോരയും നീരും ഞാൻ ഒഴുകുന്നു എന്ന് പറയുന്നതല്ലേ? ഇത് ജനങ്ങൾക്ക് കൺവിൻസിങ് ആവില്ല. അതുകൊണ്ട് ധർമ്മടത്ത് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അല്ല എങ്കിൽ CPMൽ അവസാന നിമിഷം ഒരു തീരുമാനമെത്തണം. അടുത്ത മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭാ കക്ഷി കൂടി തീരുമാനിക്കും, പിണറായി വിജയൻ ആയിരിക്കും ഞങ്ങളെ നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകും. പ്രായത്തിൻ്റെ കാര്യം, മറ്റു പല കാര്യങ്ങളും ന്യായം പറയാമല്ലോ. അപ്പോൾ ആൻറ്റി ഇൻകംബൻസിയെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളെ തന്നെ അങ്ങ് മാറ്റുക. അതാണ് ഇടതുപക്ഷം ജയിച്ചു വരാനുള്ള കാരണം. എന്താ? പ്രധാനപ്പെട്ട പല മുഖങ്ങളെ മാറ്റി പിണറായി എന്ന പഴയ മുഖം നിലനിർത്തുകയും മറ്റ് പല മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഇത്ര മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇപ്പോൾ CPMനുള്ളൊരു വീണ്ടും വിചാരമുണ്ട്. പഴയ ചില മുഖങ്ങളെ TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ചില മുഖങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. 2 ടേം പോളിസി, 2 തവണ MLA ആയിരുന്ന ആളിന് വീണ്ടും അവസരം നിഷേധിക്കുന്ന ആ നയം പറഞ്ഞുകൊണ്ടാണല്ലോ G സുധാകരനെയും TM തോമസ് ഐസക്കിനെയും ഒക്കെ പുറത്താക്കിയത്. അതേസമയം KK ശൈലജ ടീച്ചറെ വേണമെങ്കിൽ ഇനി പുറത്താക്കാം. പക്ഷെ അതുണ്ടാവില്ല. ശൈലജ ടീച്ചറൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്റ്റെബിലിറ്റി, സോളിഡിറ്റി അത് വേണ്ട എന്ന് പറയാൻ CPMനാവുമോ? അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മുഖങ്ങളും ഏറെ പുതുമുഖങ്ങളും, അതാണ് ആൻറ്റി ഇൻകംബൻസി മറികടക്കാൻ ഏറ്റവും നല്ലത്. ഏറെ പുതുമുഖങ്ങളാണ്. പക്ഷെ ആ ഏറെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നാൽ ആ ക്രെഡിബിലിറ്റി, ലാർജർ ക്രെഡിബിലിറ്റി അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആലോചനകളിലാണ് ഇപ്പോൾ CPM. ഇത് ഒരു കാരണവശാലും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ CPM ആഗ്രഹിക്കുന്നില്ല. സ്വന്തം പാർട്ടിയിലെ പുഴുക്കുത്തുകളിനുള്ളിൽ തന്നെ. അതാണ് പിണറായി വിജയൻ പണ്ട് ഭംഗിയായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് ചർച്ചകൾ ഇങ്ങനെ ഉണ്ടാകും, സ്പെക്കുലേഷൻ ഉണ്ടാകും. പക്ഷേ CPM മറ്റാരും തിരിച്ചറിയുന്നതിനേക്കാൾ സ്വന്തം ദൗർബല്യം നന്നായി CPM മനസ്സിലാക്കുന്നു. പക്ഷേ മനസ്സിലാക്കി എന്ന് പൊതുസമൂഹത്തോട് പറയാൻ, കുറ്റങ്ങൾ ഏറ്റുപറയാൻ, തെറ്റുകൾ സംഭവിച്ചു എന്ന് പൊതുവെ പറയാൻ തയ്യാറായാൽ പാർട്ടി അണികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് CPM ആരെങ്കിലും ഭയപ്പെടുന്നു എങ്കിൽ സ്വന്തം അണികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്ന ഭയപ്പാട് മാത്രമാണ് CPMനുള്ളത്. അത് മറികടക്കാൻ കഴിയുമെങ്കിൽ CPMന് ശക്തമായി നിലനിൽക്കാൻ ഇപ്പോഴും കഴിയും. കാരണം ഏറ്റവും നല്ല സംഘടനാ സംവിധാനം കേരളത്തിലുള്ള പാർട്ടി CPM തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.